വിരമിച്ച ഉദ്യോഗസ്ഥന് വിദ്യാഭ്യാസ വകുപ്പിൽ പുനർനിയമനം. 10 വർഷം മുൻപ് സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനെ SSK പ്രോജക്ട് ഡയറക്ടറായി നിയമിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സർവീസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള പുനർനിയമനം നടന്നത്. നിയമന ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ശാലിനി ഒരിക്കൽ കൂടി ചേരുകയാണ്. ശാലിനി, ഈ 10 വർഷം മുൻപ് വിരമിച്ച ഉദ്യോഗസ്ഥന് വീണ്ടും നിയമിക്കുന്നതിലൂടെ എന്താണ് ഈ സർക്കാർ സംവിധാനം ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഉത്തരവിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ശാലിനി? ഗൗതം, നമ്മൾ 1-2 പിണറായി സർക്കാരിന്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. ഈ വിരമിച്ച ഉന്നത IAS ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരെയും എന്ന് വേണ്ട അത്തരത്തിലുള്ള എല്ലാവരെയും വീണ്ടും കീ പോയിന്റുകളിലേക്ക് നിയമിക്കുകയും ലക്ഷങ്ങൾ അവർക്ക് ശമ്പളമായിട്ടൊക്കെ നൽകുന്നത് കണ്ടതാണ്. സമാനമായി തന്നെയാണ് UDF സർക്കാരിന്റെ കാലത്തും അത്തരത്തിലൊരു നിയമനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 10 വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ SSKയുടെ പ്രോജക്ട് ഡയറക്ടറായി നിയമിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് 10 വർഷം മുമ്പ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ K മോഹനകുമാറിനെയാണ് നിലവിൽ ഈ SSK ഡയറക്ടർ പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. 2016 ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി വിരമിച്ച ആളാണ് ഈ K മോഹനൻ കുമാർ. സാധാരണഗതിയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നൽകാറില്ല. പക്ഷേ ആനുകൂല്യങ്ങൾ നൽകി പെൻഷനൊക്കെ വാങ്ങി അവർ ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇത്തരത്തിൽ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 1-2 പിണറായി സർക്കാരിൻ്റെ അതേ മാതൃക പിന്തുടരുകയാണ്. ആ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഇത്രയും കാലം പുനർനിയമനം നൽകാതെ പകരം 10 വർഷങ്ങൾക്ക് ശേഷം UDF സർക്കാരിൻ്റെ ഇഷ്ടക്കാരനായി നിന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു നിയമനം ഇപ്പോൾ നൽകുന്നത്. പെൻഷൻ ഒഴികെയുള്ള സർവീസ് ആനുകൂല്യങ്ങളുടെ വ്യവസ്ഥയിലാണ് മോഹനകുമാറിനെ SSK ഡയറക്ടറായി ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. കൂടാതെ തന്നെ കോളേജ് പ്രിൻസിപ്പളായി വിരമിക്കുന്ന ആ സമയത്തെ ശമ്പളവും ഒപ്പം തന്നെ തസ്തികയ്ക്ക് ആനുപാതികമായ മറ്റ് ആനുകൂല്യങ്ങളും നൽകി ഉൾപ്പെടുത്തി അസാധാരണ ഉത്തരവ് കൂടി ഈ നിയമനത്തിന് വേണ്ടി സർക്കാർ തലത്തിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും സർക്കാരിന്റെ കാലത്ത് സ്കോൾ കെയറുടെ വൈസ് ചെയർമാൻ പദവിയിലിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മോഹനകുമാർ എന്നുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ചുമതലയാണ് ഈ SSK ഡയറക്ടർ എന്നുള്ളത്. ആ ചുമതലയിലേക്കാണ് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥരെ 10 വർഷങ്ങൾക്ക് ശേഷം ഖജനാവിൽ നിന്ന് ഫണ്ട് നൽകിക്കൊണ്ട് ശമ്പളം നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു നിയമനത്തിന്റെ ഭാഗമായി നിയമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ചില നിയമനങ്ങൾ അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ അദ്ദേഹത്തിനെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ K മോഹനകുമാറിനെ SSK ഡയറക്ടറായി 10 വർഷങ്ങൾക്ക് ശേഷം നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതും ഖജനാവിൽ നിന്നും കാലിയായ ഖജനാവിൽ നിന്ന് ഫണ്ട് ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശമ്പളം നൽകിക്കൊണ്ടുള്ള ഒരു നിയമനമാണ്. അതിന് യോഗ്യതയുള്ള നിരവധി ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള UDF സർക്കാരിന്റെ നയം ഇത്തരത്തിലൊരു ഉത്തരവായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗൗതം, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.